നമസ്കാരം, ഞാൻ ബബിത റിയാസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. നമ്മളിൽ പലരും വളരെ ഡൗൺ ആയ, സ്ട്രെസ്ഡ് ആയ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. എന്നാൽ എത്ര പേർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഒരു ചെറിയ പനി വന്നാൽ പോലും ഡോക്ടറെ കാണുന്ന നമ്മൾ മനസ്സിനൊരു അസ്വസ്ഥത വന്നാൽ അതിന് തയ്യാറാകുന്നുണ്ട്. നോട്ട് എവറി ഡേയ്സ് ആർ ഈസി ആൻഡ് ഇറ്റ്സ് ഓക്കെ. എന്നാൽ നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അതിന് തയ്യാറാകുന്നില്ല. സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന ഒറ്റപ്പെടുത്തലുകളും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള നമ്മുടെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റും ഒക്കെ ആകാം ഇതിന് കാരണം. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ സ്ട്രെസ്സിലൂടെയും ആൻസൈറ്റി പോലുള്ള മാനസിക പിരിമുറുക്കത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഈ ഒറ്റപ്പെടുത്തലുകളും മറ്റും ഭയന്ന് പലരും അവ പുറത്തു പറയുമ്പോൾ മടിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടാത്ത വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിയ ധാരാളം കേസുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ പോലും ഇതിൽ നിന്നൊട്ടും വിഭിന്നമല്ല എന്നതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു റിയാലിറ്റി. ഓർക്കുക, മാനസികാരോഗ്യം ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ്. ഏതൊരു ഹെൽത്ത് ഇഷ്യൂവിന് വേണ്ടി നമ്മളൊരു ഡോക്ടറെ കാണുന്നത് പോലെ നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയപ്പെട്ടാൽ ശരിയായ ട്രീറ്റ്മെന്റിലൂടെയും തെറാപ്പിയിലൂടെയും നമുക്ക് അവരെ വേഗത്തിൽ തിരിച്ചു കൊണ്ടുവരാം. സോ സീക്ക് ഹെൽപ്പ് വെൻ യു ഫീൽ നോട്ട് ഓക്കെ. അടുത്ത തവണ ആരെങ്കിലും എപ്പോഴെങ്കിലും അവരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായാൽ അവരെ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക ആൻഡ് ലെറ്റ്സ് ബ്രേക്ക് ദി സ്റ്റിഗ്മ. ഓർക്കുക, ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ.